പ്രേക്ഷകർ, ഇത് രണ്ടും കണ്ട പ്രേക്ഷകരാണ് കൂടുതൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ ബിൻസി അപ്പാനി കുറച്ചൊരു പൊടിക്ക് ഓവർ അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അപ്പാനി ഞാനും കൂടി ഇരിക്കുന്ന സമയത്തുള്ള ലൈവ് കണ്ടിട്ടുള്ള ആളാണ് മസ്താനിക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള രേഷ്മ ചേച്ചിയുടെ കാര്യം തന്നെയാണ്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന അപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്ന കൈയുടെ മേൽ അപ്പാൻ പിടിക്കുന്നു, പിന്നെ കൈ വിടുന്നു. അപ്പൊ അതൊക്കെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുമ്പോൾ എനിക്ക് ടു ബി ഹോണസ്റ്റ് ഒരു അതിര് വിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എവിടെ ചെന്നാലും കമന്റ്സ് കാണുന്ന സമയത്ത് ഒരുപക്ഷെ പ്രീവിയസ് സീസണുകളിൽ കണ്ട പോലെ ആയി പോകുമായിരുന്നേനെ കുറച്ചും കൂടി നാള് ബിൻസി അവിടെ ഒരിക്കലും ഇല്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. അപ്പാനി എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, അവിടെയുള്ള എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഒരു ബ്രദർ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് വീടിനുള്ളിൽ. ഒരു ലവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് ഒന്നും ആരോടും നമുക്ക് ഒരു ശതമാനം പോലും ഫീൽ ചെയ്യാത്തക്ക വിധത്തിൽ ഒന്നുമില്ല. എല്ലാവരും ഒരു കമ്പനി ഫ്രണ്ട്ഷിപ്പ് ഒരു വൈബിന്റെ പുറത്ത്. പിന്നെ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെയും മത്സരിക്കണം, ജയിക്കണം, ആ ഒരു മൈൻഡ് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അനു അങ്ങനെ പറഞ്ഞപ്പോ ട്രിഗേർഡ് ആയ അപ്പാനി ഷാനവാസ് പറയുന്ന എനിക്ക് നിനക്കെതിരെ ഓങ്ങാനൊരു വാളുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും, അതായത് നമ്മൾ അതുവരെ കണ്ടിരുന്ന ഒരു അപ്പാനി ശരത്തുണ്ട്. പുള്ളിക്കാരൻ അങ്കമാലിയുടെ റിസൾട്ട് വന്നിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ സ്റ്റിൽ അങ്ങനെ നിന്നിരുന്ന ഒരാള് ഇങ്ങനെ മാറി പോകുന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പ്രേക്ഷകർ വിചാരിക്കുന്ന അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എല്ലാ വിചാരങ്ങളും ശരിയാകണമെന്നില്ല. നീ അറിഞ്ഞ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ബിൻസിക്ക് സെന്റിമെന്റ്സ് ഉള്ളത് ചാച്ചന്റെ ഓട്ടോ വാങ്ങി കൊടുക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ അതേ ഓട്ടോയിൽ തന്നെ ബിൻസിനെ എവിക്ട് ചെയ്ത് വിട്ടപ്പോ അതൊരു ബിൻസിയുടെ ഇമോഷൻ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിൽ എടുക്കുന്ന ആളല്ല. കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ.